ഹലോ ഗൈസ്. അപ്പോൾ എന്താ ഞാൻ പറയാവുന്നത്, ദിസ് ഇസ് സെപ്റ്റംബർ ആൻഡ് നെക്സ്റ്റ് മന്ത് ഇസ് നവംബർ. ഇപ്പോൾ നവംബർ ലാസ്റ്റ് is happening Huddle Global. So Huddle Global is happening in November 2030 എന്ന് തോന്നുന്നു. സോ കഴിഞ്ഞ വർഷം ഹഡിൽ ഗ്ലോബൽ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എടുത്തൊരു വീഡിയോ യൂട്യൂബിലുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ട് എന്നും ഞാനിങ്ങനെ വിചാരിക്കും ഇടണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇയർ ആയത് ഇട്ടിട്ട്. സോ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു നമുക്കതൊന്ന് എഡിറ്റ് ചെയ്തിടാണ്. അപ്പം കുറേ ക്ലിപ്സൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി, എന്നാലും കുഴപ്പമില്ല. ഞാൻ ബാക്കിയുള്ള ക്ലിപ്സ് വെച്ച് അതിൻ്റെ വീഡിയോസ് ഇടാൻ പോവാണ്. സോ അത് കണ്ടോളൂ. ബൈ. Our proximity is not measured in the physical miles, but in a seamless adaptation of the revolution that unfolded the Silicon Valley by Kerala startups. As we observed the brilliance of IT illuminating the skies of Silicon Valley, we embrace this revolution, holding it close to our hearts and aspirations, never distant from its luminance. 17 years ago, Kerala planted the seeds of a thriving startup ecosystem, meticulously nurturing technology-based entrepreneurship. Great strides made in Kerala's achievements have propelled the state's infrastructure sector. Guys, robotic session ആണ്. സ്കോട്ടിൻ്റെ സ്കോട്ടല്ല സ്പാർക്ക് റോവർ. നൈസ് ഗ്ലോബൽ സ്പാർക്ക്. ഇന്നത്തെ ലഞ്ചാണിത്. ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പപ്പടം, പിന്നെ എന്തോ ഒരു ചോറും. എന്താണോ ആവോ. ഡെസേർട്ടുണ്ട്, ബ്രൗണിയും ഐസ്ക്രീമും. അതും കൂടി എടുത്തിട്ട് പോകാം നമുക്ക്. സോഹോയുടെ സ്റ്റാളിലാണ്. സോ സെറ്റപ്പിംഗ് ദ ഫ്രീ ട്രയൽ ആൻഡ് doing Zoho things. Yes, Zoho workplace അടിപൊളിയല്ലേ. Nice. So one stir happening, a lot of things. Yeah, see later. I have got more works to do, so I will update soon. ഹലോ ഗൈസ്, നമ്മളിങ്ങനെ ഹഡിൽ ഗ്ലോബൽ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഇപ്പോൾ ഒരു സ്ഥലത്ത് സൈഡായി നിൽക്കുകയാണ്. ഇവിടെ ഏതോ സ്റ്റാളൊക്കെ ഉണ്ട്. ബോർഡൊന്നും കാണാതെ നമ്മൾ കയറി ഇരിക്കുകയാണ്. നമുക്കൊരു അൺബോക്സിംഗ് ഉണ്ട്. ഇത് കണ്ടോ, നമ്മൾ സോഹോ വർക്ക് സ്പേസിൽ പോയി നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് എൻക്വയറി ഒക്കെ നടത്തിയപ്പം അവരവരുടെ ബിസിനസ് കാർഡും പിന്നെ ഒരു ടോക്കൺ ഓഫ് ലവ് എന്താണെന്നറിയില്ല, പൊളിച്ചു നോക്കാം, തന്നു. ആദ്യം ഞാൻ മൈക്കൊന്ന് ഫിക്സ് ചെയ്യട്ടെ. ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ തുറന്നു നോക്കാം. എന്നത് ഫ്ലാസ്കാണോ? സോഹോ വർക്ക് സ്പേസ് കോഫി കുടിക്കാനുള്ള സാധനമായി. ഇത്രയൊക്കെ കോഫി രസം കുടിക്കുകയാണെങ്കിൽ സെറ്റാണല്ലോ. രാവിലെ തൊട്ട് കുടിക്കാം. റെക്കോർഡ് ബട്ടൺ ആണല്ലേ? സിരിക്കാജലുണ്ട്. ഫ്ലാസ്ക് ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. നമുക്ക് എന്തായാലും അധികം ചൂടുണ്ടെങ്കിൽ വെക്കണ്ട, നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. നൈസ്. ബീച്ചിൽ വൈബ് അടിച്ചിരിക്കുന്നു. നൈസ്. അപ്പം നമ്മൾ ഇന്നലെ കിട്ടിയതാണ് ഈ സോഹോ വർക്ക് സ്പേസ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ്. സോ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇതിൽ ഇത് കോഫിയുടെ സാധനമാണ് കേട്ടോ. സോ നമ്മളിതിൽ കോഫി വാങ്ങിച്ച് നിറയ്ക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, എന്നാൽ കഴിഞ്ഞിട്ട് വരാം.
ഗൈസ് അങ്ങനെ നമ്മൾ സോഹോ ഹോട്ട് സ്പേസ് ഒരു സാധനത്തിൽ സംഭവത്തിൽ കോഫി നിറച്ചിട്ടുണ്ട്. ഒരു പ്രശ്നം പറ്റി എന്താണെന്നറിയോ, ഞാനിത് തെർമൽ ഫ്ലാസ്ക് ഒന്നും ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് വേഗം എടുത്ത് കുടിച്ചു നോക്കി. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു, നാവൊന്ന് പൊള്ളി. കുഴപ്പമില്ല, നൈസ് സാധനം. ഹലോ ഗൈസ്, അപ്പോൾ ഒരു രാവിലെ മോർണിംഗ് നമുക്ക് അവിടെ ഹഡിലിൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. എന്നാലും നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് 2 ഇടിയപ്പവും ഒരു പഴംപൊരിയും കഴിച്ചു. കോഫി നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കഴിച്ച് നല്ല നമ്മൾ 3 നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റക്കുള്ളൂ, ബാക്കി 2 അവിടെ ഉറക്കമാണ്. വിളിച്ചിട്ട് എണീറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോകുന്നു. എനിക്ക് വിഷമമുണ്ട്, ഞാൻ ഇങ്ങ് പോകുന്നു. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ സ്റ്റേഡിയം എത്തിയിട്ടുണ്ട്. നല്ല രാവിലെ ഒരു മോർണിംഗ് വാക്കായിട്ട് ഇറങ്ങിയതാണ്. സോ ഗൈസ്, ഹഡിൽ ഗ്ലോബൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണ് സാധനം. ലൈക്ക് ആ ഒരു സ്റ്റാർട്ടപ്പ് മൈൻഡ് അങ്ങനെയൊക്കെ രീതിയിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അടിപൊളിയാണ്. നമ്മുടെ ഹോൾ ഇപ്പോൾ സ്റ്റാർട്ടപ്പിന് പ്ലാൻ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ആ ഒരു ഹോൾ പേഴ്സ്പെക്റ്റീവ് തന്നെ മാറി കിട്ടുന്നൊരു സംഭവമാണ്. സോ ഇറ്റ് വാസ് റിയലി വർത്ത്. ഓക്കെ, ബാക്കി ഇന്നോട്ട് ഒരു അടിപൊളി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാലും ഞാൻ വന്നതിൻ്റെ തിരക്കും പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ആവാനൊക്കെ പരിപാടി പിന്നിട്ട് തിരക്കിലാണ്. മര്യാദയ്ക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നത്. ഇനി അതെല്ലാം അടിപൊളിയാക്കാം. നമ്മളിപ്പം എവിടെയാണ്? ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഡോമിലായിരുന്നു നമ്മളിവിടെ സ്റ്റേ. സോ അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് സെക്കൻഡ് ഡേ ഓഫ് ഹഡിൽ ഗ്ലോബൽ പോകാൻ നിൽക്കുകയാണ്. എന്താ എങ്ങനെയാണെന്നൊരു വീഡിയോ ഇന്നലെ പോയി ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇന്നലെ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനോ പറയാനോ ഒന്നും നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാനൊന്നും പറ്റിയില്ല. സോ ഇന്ന് പ്രോപ്പറായിട്ട് മുന്നോട്ട് സാധനങ്ങൾ ചെയ്യാം. ഞാൻ ഓരോ ദിവസം ഓരോ വീഡിയോ ഇടണം എന്നുള്ള രീതിയിലാണ് വിചാരിച്ച്. പക്ഷേ ഈ ഫുട്ടേജ് എടുക്കുന്നതും അതിൻ്റെ ലാഗ്, ഇപ്പം ഫോണിൽ നിന്ന് മാക്കിലോട്ടുള്ള ട്രാൻസ്ഫർ, അങ്ങനെ കുറേ വിഷയങ്ങളുള്ളതുകൊണ്ട് മാക്സിമം ഫുട്ടേജസ് എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് പരിപാടി എൻജോയ് ചെയ്യണ്ടേ. സോ അതൊക്കെ ചെയ്ത് ലൈക്ക് ഹഡിൽ ഈ കംപ്ലീറ്റ് ഇവൻറ്റും കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി 3 days ഒരു 3 സെഷനായിട്ട് 3-4 സെഷനായിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ ഒരു പെട്ടെന്നായിട്ട് റിലീസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാനവിടെ എത്തി അറിയോ, നല്ല നടന്നിപ്പോൾ ഐ തിങ്ക് നേരെ തമ്പാനൂരേക്ക് നടന്നുകൊണ്ടിരിക്കുക. വേറെ ആൾക്കാരുണ്ട് കേട്ടോ, അവരിങ്ങനെ വരുന്നുണ്ട്. ശരി എന്നാൽ. ഹലോ, ഞാൻ വീണ്ടും വന്നു. സോ ഇപ്പം പഴയ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പം ഇപ്പം നിങ്ങൾ കണ്ട കറണ്ട് ടൈം ലൈനാണ് ഉള്ളത്. സോ അപ്പം നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ സെക്കൻഡ് ഡേ കണ്ടെടുത്താണ്. ഇനി തേർഡ് ഡേ എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്, കുറച്ച് ക്ലിപ്സ്, കുറച്ച് കമ്പനീസിനെ കുറിച്ചുള്ള. അപ്പം ആ വീഡിയോസ് കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ബൈ ബൈ. അത് കണ്ടോട്ടു, നേരെ അങ്ങോട്ട് കേട്ടോ. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയെ പരിചയപ്പെടുത്തി തരാം. ഒരു റോബോട്ടിക്സ് കൈൻഡ് ഓഫ് സാധനമാണ്. ലൈക്ക് ഒരു മാൻ ഹോൾ ക്ലീനിങ് പ്രോസസ്സുള്ളൊരു കമ്പനിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. സോ ഐ നീഡ് യു ഗൈസ് ആർ വാണ്ട് ടു നോ അബൌട്ട് ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇവരുടെ ആരെങ്കിലും ഇവിടെ ആരും കാണുന്നില്ല. ലൈക്ക് ഇവരെ കുറിച്ചൊരു ബ്രീഫ് ഇൻ്റർവ്യൂ, ഇവരുടെ ഒരു സംഭവം, ഇവരുടെ ഒരു വേർഡ്സ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്യാപ്ചർ ചെയ്ത് തരാം. ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് മാൻഹോൾ ക്ലീനിങ് റോബോട്ട് ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് ജെൻ റോബോട്ടിക്സ്. നമുക്ക് മെയിൻലി ഒരു മൾട്ടിപ്പിൾ ലൈൻ ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ബെൻഡിക്കൂട്ട് എന്ന റോബോട്ടിക് സീരീസാണ്. ബെൻഡിക്കൂട്ട് സീരീസിൽ ബെൻഡിക്കൂട്ട് മിനി ആൻഡ് ബെൻഡിക്കൂട്ട് മൊബിലിറ്റി പ്ലസ് വരുന്നുണ്ട്. ഇത് മെയിൻലി മാൻഹോളിൻ്റെ അകത്ത് ആൾക്കാർ ഇറങ്ങാതെ ഒരു റോബോട്ട് കൊണ്ട് എങ്ങനെ മാൻഹോൾ ക്ലീൻ ചെയ്യാം എന്ന് ഉള്ളൊരു ആശയം, അതായത് കേരള CMൻ്റെ ഒരു ആശയം, അത് ഡെവലപ്പ് ചെയ്തിട്ട് വന്നൊരു കമ്പനിയാണ് ജെൻ റോബോട്ടിക്സ്. ജെൻ റോബോട്ടിക്സിൻ്റെ പ്രോഡക്റ്റായ ബെൻഡിക്കൂട്ട് എന്ന് പറയുന്നത്, ഈ ഒരു പ്രോഡക്റ്റ് മാൻഹോളിനകത്ത് പോയി ഒരു 100% ക്ലീനിങ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 5 റോബോട്ടാണ് റൺ ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് ഒരു 3 റോബോട്ടും, അതേപോലെ തന്നെ കൊച്ചി ആൻഡ് ഗുരുവായൂർ ഓരോ റോബോട്ടും റൺ ചെയ്യുന്നുണ്ട് റൗണ്ട് ദ ക്ലോക്ക്. ഇപ്പോൾ മാക്സിമം ഇപ്പം കഴിഞ്ഞൊരു 5 വർഷം കൊണ്ട് ഒരു നല്ലൊരു ഇമ്പാക്റ്റ്, അതായത് 19 സ്റ്റേറ്റ്, ഇന്ത്യയിലെ 19 സ്റ്റേറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. അതേപോലെ 3 യൂണിറ്റുകളുണ്ട്. ലേയിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, അതായത് എക്സ്ട്രീം കോൾഡിലുണ്ട്, എക്സ്ട്രീം ഹോട്ട് ക്ലൈമറ്റിലുണ്ട്, ജയ്പൂരിലുണ്ട്. സോ അങ്ങനെ നമ്മളിപ്പം അറൗണ്ട് 372 റോബോട്ട്സ് ഇപ്പോൾ റണ്ണിങ് ആണ്.
പ്ലസ് ഇപ്പം അറൗണ്ട് 3,300+ ആൾക്കാരെ നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ ഫാമിലി മാനുവൽ സ്കാവഞ്ചേഴ്സിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഞാൻ ടൊബേഴ്സ് ഓട്ടോമേറ്റ എന്ന് പറഞ്ഞ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും വരുന്നതാണ്. അപ്പോൾ നമ്മളെ 2 പ്രോഡക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു യൂണിവേഴ്സൽ ഡ്രോണാണ് നമ്മളിപ്പോൾ വെച്ചേക്കുന്നത്. അതായത് ഇതിന് നമ്മൾ കസ്റ്റമറുടെ ആപ്ലിക്കേഷൻ പോലെ നമുക്കിത് മാറ്റി എടുക്കാം. ഞങ്ങളിവിടെ വന്നതിന് ശേഷം തന്നെ ഞങ്ങൾക്ക് പോലീസുകാർ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചായിരുന്നു. അതായത് അവർക്ക് ഡ്രോൺ പിടിക്കുന്ന വേറൊരു വലിയ ഡ്രോൺ വേണം. അതായത് പേലോഡ് ഇതിന് 2 to 3 കിലോ നമുക്ക് വരെ ഭാരം വഹിച്ചുകൊണ്ട് പോകാം. അതുകൊണ്ട് തന്നെ ഇതിന് പല ഇൻഡസ്ട്രി മാറിയിരിക്കും. ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമല്ല, ഇത് ഡിഫൻസ് മുതൽ അഗ്രികൾച്ചർ അല്ല. ഇപ്പോൾ അഗ്രികൾച്ചർ എടുക്കുകയാണെങ്കിൽ ഫാമേഴ്സിനൊക്കെ സ്പ്രേയർ, പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സൊക്കെ സ്പ്രേ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ പറയുകയാണെങ്കിൽ ഇതിന് ചാർജിങ് ടൈമും പൊതുവേ കുറവാണ്. പിന്നെ അതിന് ഡ്യൂറേഷൻ ഒരു 20 to 15 മിനിറ്റ്സ് കിട്ടുന്നുണ്ട് ഫുൾ പേലോഡ് കണ്ടീഷനിൽ. പിന്നെ താഴെ ഇരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പം നമ്മുടെ തന്നെ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്ത ഓട്ടോണമസ് മൊബൈൽ റോബോട്ടാണ്. അതായത് ഇതിന് 200 കിലോ വരെ ഭാരം വഹിച്ചുകൊണ്ട് ഇൻഡസ്ട്രികളിലൂടെ സുഖമായി മൂവ് ചെയ്യാം. അതാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അതായത് റിയൽ ടൈം നാവിഗേഷനും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ ഒരു ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കയറി നിൽക്കുകയാണെങ്കിൽ എന്നെ ഇതൊരിക്കലും തട്ടത്തില്ല. അത് സെൻസ് ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എൻഡിങ് പോയിൻറ്റ് വരെ അത് കൃത്യമായി ചെല്ലും. ഇതിന് സേഫ്റ്റി ആയിട്ട് നമ്മൾ കുറേ എമർജൻസി സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്റ്റൻസ് ടു ഹിറ്റും അങ്ങനെ മൊത്തത്തിലൊരു ഓട്ടോണമസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഈ അറ്റാച്ച്മെൻ്റ് ഒക്കെ മാറ്റുകയാണെങ്കിൽ ഫർദർ ഡെവലപ്മെൻ്റ് ആയിട്ട് നമുക്ക് റോബോട്ടിക് ആമൊക്കെ പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിത് 200 kg പോകുന്നത് തന്നെ നമുക്കത് കസ്റ്റമർക്കും എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, അതൊക്കെ ലോഡ് കൂടിയ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് പിന്നെയും പേലോഡ് കൂട്ടാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമ്മളതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് പോന്നുകൊണ്ടിരിക്കുകയാണ്. Hi, my name is Abhishek and I am a technology designer hardware designer at Webify IoT. ഞങ്ങളിവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ റീച്ച് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം അല്ല, ഒരു പ്രോഡക്റ്റാണ്, ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റാണ് ഞങ്ങളുടെ. റീച്ച് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി 4.0 വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻഡസ്ട്രി ഓട്ടോമേഷൻ ഒരു സൈഡിലായിട്ട് കുറേ കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പഴയ ഇൻഡസ്ട്രീസ്, അതേപോലെ പല രീതിയിലുള്ള വെദർ ഈസ് മൈനിങ്, വയർ ഡ്രോയിങ്, എനി അതർ ഇൻഡസ്ട്രി മെഷീൻസ് യൂസ് ചെയ്യുന്ന അവിടെ ഞങ്ങൾക്ക് നിങ്ങളെ ഓട്ടോമാറ്റിക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓട്ടോമേഷൻ മീൻസ് പല രീതിയിൽ ഞങ്ങൾ കുറച്ച് ഹാർഡ്വെയർ ഉണ്ട്. നമ്മൾ ഇൻഡിജസ്റ്റിൽ ഉണ്ടാക്കിയ കുറച്ച് ഹാർഡ്വെയർസ് ഉണ്ട്. അത് മോഡ്യൂൾസാണ്. മോഡലറൈസ് ചെയ്ത് അപ്രോച്ചിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി നമ്മുടെ അടുത്ത് ഒന്ന് ഒരു റിക്വയർമെൻറ്റ് പറയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിത്തിൻ വീക്സ് നമുക്ക് ആ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റും. നമുക്ക് അതിനുവേണ്ടി വീണ്ടും റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾ ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആ 1 M2M കംപ്ലയൻറ്റ്. സോ അതൊരു സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെയും നമുക്ക് അതിൻ്റെ പുറകെ ഒരുപാട് പോകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളെ പ്രോഡക്റ്റ് കസ്റ്റമർ നമ്മളെ വന്ന് അപ്രോച്ച് ചെയ്യുന്നു, നമ്മൾ പെട്ടെന്ന് അവരുടെ റിക്വയർമെൻറ്റ്സ് പഠിച്ച് അനലൈസ് ചെയ്തിട്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെ കൊണ്ടുവരാം. ചില കസ്റ്റമേഴ്സിന് ഹാർഡ്വെയർ ആയിരിക്കും ആവശ്യം. IoT ഏരിയയിൽ മിക്ക കമ്പനീസും സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പ്രൊപ്രൈറ്ററി ഹാർഡ്വെയർ അവർക്ക് ഇല്ല. നമുക്ക് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ട്. ഹാർഡ്വെയർ ആണെങ്കിൽ ഹാർഡ്വെയർ കൊടുക്കാം, സോഫ്റ്റ്വെയർ ആണെങ്കിൽ സോഫ്റ്റ്വെയർ കൊടുക്കാം. ഇഫ് ദേ നീഡ് ബോത്ത് വി കുഡ് പ്രൊവൈഡ് ദം. ഇപ്പോൾ ഇത് ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. ഇത് നമ്മൾ പഴയൊരു പ്രോട്ടോടൈപ്പാണ്. ഇവിടെ ഇപ്പോൾ പല രീതിയിലുള്ള മോഡ്യൂൾസ് ഉണ്ട്. ഇത് 2 layer PCBs ആണ് മിക്കതും. ഇത് ഇത്രയും അൺലോക്ക് ടൈപ്പ് സെൻസേഴ്സും ഇത് ഡിജിറ്റലുമാണ്. അൺലോക്ക് വാല്യൂസ് എടുക്കാൻ എല്ലാത്തിനും നമ്മൾ പല വോൾട്ടേജ് റേഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് മൊത്തം ഡിഫറൻഷ്യൽ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് 24 അപ്പോൾ പലതും നമുക്ക് മൈക്രോ കൺട്രോളർ 3 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഐസൊലേഷൻ്റെ ഒരു വലിയൊരു ആവശ്യം അവിടെ ഉണ്ട്. കാരണം ട്രാൻസിയൻസ് പല രീതിയിലുള്ള വോൾട്ടേജ് ഇലക്ട്രിക് പാരാമീറ്റേഴ്സ് വരുമ്പോഴത്തേക്കും ഇഷ്യൂസ് വരാം. അപ്പോൾ അതിനെയൊക്കെ ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ പല മോഡ്യൂൾസ് ഇറക്കിയിട്ടുണ്ട്. പലതും പല കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു മെയിൻ ഒരു ഹബ്ബ് പോലെ നമ്മൾ ചെയ്യും. ഡേറ്റ കൊളേഷൻ മോഡ്യൂൾ എന്ന് പറയും. ആ മോഡ്യൂൾ ഇതിനെക്കുറിച്ച് എല്ലാ ഡേറ്റയും എടുത്ത് മൈക്രോ കൺട്രോളറിന് അയച്ചു കൊടുക്കാം. അതാണ് ഞങ്ങളെ പ്ലാൻ. ഹലോ ഗൈസ്, അപ്പം അങ്ങനെ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഹഡിൽ ഗ്ലോബൽ 2023 ഹഡിൽ ഗ്ലോബൽ ഇത്രേ ഉള്ളൂ. ഇനി 2024 ഹഡിൽ ഗ്ലോബൽ ദിസ് നവംബറിൽ വരുന്നുണ്ട്. സോ അപ്പോൾ എല്ലാവരും പോവുക, എൻജോയ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. See you soon in the next video. Bye.